ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, അതായത് ജനുവരി 27. ഈ വീഡിയോ ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത്. കാരണം ഇടയ്ക്ക് കുറച്ച് തിരക്കായിരുന്നു, അപ്പോൾ വീഡിയോ ഒന്നും എഡിറ്റിങ് നടന്നില്ല. അങ്ങനെ 27 രാവിലെ ഞങ്ങളിപ്പം വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നുമില്ല, കാരണം വർക്കിംഗ് ഡേ ആണ്. അപ്പം വിഷ്ണു ചേട്ടന് ജോലിക്ക് പോകണം. അതുകൊണ്ട് തന്നെ രാവിലെ എന്തായാലും അമ്പലത്തിലൊന്ന് പോകാമെന്ന് കരുതി. അങ്ങനെ ഒരു 5:45 കഴിഞ്ഞപ്പം ഞങ്ങൾ മലയൻകീഴിൽ നിന്ന് ഇറങ്ങി. വേറെ ഇടത്തും ആറ്റുകാലും പോയി, മലയൻകീഴും പോയി. പക്ഷേ ഞാൻ മലയൻകീഴ് കയറിയ വീഡിയോ ഒന്നും എടുത്തില്ല. ആറ്റുകാൽ പോയതുകൊണ്ട് ചെറിയൊരു ക്ലിപ്പിങ് ഇങ്ങനെ പോയതും പിന്നെ അവിടുത്തെ 2-3 ഷോട്ട്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അവിടെ എത്തി. തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ദേവീക്ഷേത്രത്തിൽ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു, നന്നായിട്ട് തൊഴാനൊക്കെ സാധിച്ചു. അപ്പോൾ അതിനുശേഷം പിന്നെ അവിടെ ഒരുപാട് നാൾക്ക് ശേഷമാണ്. ഇപ്പം ആറ്റുകാൽ പോയിട്ട് ഒത്തിരി നാളായി. ഞാൻ സന്ധ്യാമ്മ പറയും ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് പോകാം എന്തെങ്കിലും, പക്ഷേ ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ അത് നടക്കത്തില്ല. പിന്നെ വിഷ്ണു ചേട്ടൻ ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേക്കൊക്കെയാണ് ഇങ്ങനെ അമ്പലത്തിൽ വരുന്നത്, അല്ലെങ്കിൽ പുള്ളിക്കാരന് തോന്നാം വരാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പക്ഷേ തിരക്ക് നന്നായിട്ട് തൊഴുതു. അപ്പോൾ അതിനകത്ത് അവിടെ നാരങ്ങ വെള്ളം കത്തിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് മസാല ദോശയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക്. സ്പെഷ്യലൊന്നുമില്ല, പോയത് കൊണ്ട് കാപ്പിയെ കുടിച്ച് തിരിച്ച് വരാമെന്ന് കരുതി. അത് കഴിഞ്ഞ് വീടെത്തിയിട്ട് വിഷ്ണുചേട്ടൻ ജോലിക്ക് പോയി. കാരണം ഒരു 8-9 മണിക്ക് മുമ്പ് എന്തായാലും വീടെത്തി. 8:30 ആയപ്പോഴേക്ക് എത്തിയെന്നുണ്ട് ഓർമ്മ കേട്ടോ, മറന്നുപോയി കറക്റ്റ് ടൈം. കാരണം 9 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അച്ഛനോട് ഹോസ്പിറ്റലിൽ പോകാൻ വേണമായിരുന്നു. അപ്പോൾ ഞാൻ മുമ്പ് എന്തായാലും എത്തിയിട്ടുണ്ട്. വിഷ്ണു ചേട്ടൻ ജോലിക്ക് പോയി, അത് ഞാനും അച്ഛൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് എത്തിയപ്പം ഏകദേശം 2 മണി അടുപ്പിച്ചേ. കാരണം ടോക്കൺ നമുക്ക് 12ാമത്തെ ടോക്കൺ ആയിരുന്നു. പക്ഷേ ഡോക്ടർ വന്നപ്പോൾ ഇച്ചിരി ലേറ്റായി. അങ്ങനെ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് തിരിച്ച് വീടെത്താൻ കുറച്ച് ലേറ്റായി. പിന്നെ വീട്ടിൽ വന്നപ്പം പിന്നെ വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അമ്മയുടെ ഫുഡ് അമ്മ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഞാനും അച്ഛനും മാത്രമല്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. ചക്കത്തോരൻ, മെഴുക്ക് വരട്ടി, പിന്നെ ചക്ക അവിയൽ. എനിക്കിതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ചക്ക ഐശ്വര്യം ചക്കയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് തിരിച്ച് വീടെത്തി മലയൻകീഴ് വന്നപ്പോൾ വൈകിട്ട് ട്യൂഷൻ ഉണ്ടായിരുന്നു. ട്യൂഷനൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അന്ന് വിഷ്ണു ചേട്ടൻ കുറച്ച് നേരത്തെ വന്നു. ഒരു 6:30-7 മണിക്കൊക്കെ, സാധാരണ 8 മണിയൊക്കെ ആവും ചിലപ്പോൾ എത്തുമ്പോൾ. അപ്പോൾ അന്നൊരു 6:30 വന്നുകൊണ്ട് രാത്രിത്തെ ഫുഡ് പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫുഡ് പുറത്ത് പോയി. ചെറിയ സന്തോഷം, അങ്ങനെല്ലാം പോയി. അങ്ങനെ കേക്ക് കട്ടിങ് അങ്ങനെയൊന്നുമില്ല, മന്തി വാങ്ങിച്ചു തന്നു. അപ്പോൾ അത് നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇതായിരുന്നു ഒരു 1 ഡേ പ്രോഗ്രാം, ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഒരു ദിവസത്തെ എൻ്റെ ഒരു പ്രോഗ്രാമാണ്. ഞാനിങ്ങനെ എൻ്റെ ഒരു സന്തോഷം നിങ്ങളിലേക്ക് എത്തിച്ചു എന്നേ ഉള്ളൂ. ബൈ ബൈ.